ഇന്നലെ എനിക്ക് സേക്രഡ് ആർട്സ് കോളേജിൽ വെച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു അവാർഡ് ദാനമാണ്. ഒരു ദീപികയുടെ ഇവിടുത്തെ നമ്മുടെ ഈ കൊല്ലം ജില്ലാ റെസിഡൻറ്റ് എഡിറ്റർ ആയ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു ഫംഗ്ഷനാണ്. മാധ്യമ അവാർഡ് കൊടുക്കുന്ന ഒരു ഫംഗ്ഷനായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് വരാനുണ്ട്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് ആ സംഘടന സഹൃദയവേദി എന്ന് പറയുന്ന ഒരു 14 പേര് അംഗങ്ങളുള്ള ഒരു വലിയ സംഘടനയാണത്. ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ ആ പ്രോഗ്രാം വെച്ചിരുന്നത് 2 മണിക്കാണ്. അതിനകത്ത് അതായത് നമ്മുടെ ജനാധിപത്യം, അതായത് നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്നുള്ള ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാനാണ് ഞാൻ പോയത്. ഞാൻ കറക്റ്റായിട്ട് ഈ 2 മണിക്ക് തന്നെ അതാവും. കാരണം 2:45 അത് കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവൊക്കെ വന്ന് ഈ അവാർഡ് കൊടുക്കുന്ന ഫംഗ്ഷൻ വേറെയാണ്. അപ്പോൾ എനിക്ക് ഇതിലൊരു ടോക്കുണ്ട്, അത് ഒരു അരമണിക്കൂർ സംസാരിക്കണം, ഞാൻ തിരിച്ചു വരുമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ചെന്ന് 2 മണിക്ക് ചെന്നപ്പോൾ എന്താണെന്നറിയാം, ഈ തൃശ്ശൂരിൽ നിന്ന് ഇവർ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് വരാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം പറഞ്ഞ് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞ് എന്താണെന്നറിയോ, അതായത് നേരത്തെ വിവരാവകാശ കമ്മീഷണറായിട്ടൊക്കെ ഇരുന്ന ശ്രീ PN വിജയകുമാർ, പണ്ട് റിട്ടയർഡ് ജില്ലാ ജഡ്ജിയാണ്. അദ്ദേഹം നിർബന്ധിച്ചാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇനി വരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരിറങ്ങിയത് എപ്പോഴാണെന്നറിയോ, 9 മണിക്ക് രാവിലെ തൃശ്ശൂരിൽ നിന്ന് യാത്ര തിരിച്ചു. നേരത്തെ വരാൻ വേണ്ടിയാണ്. ഇവിടെ വന്ന് ഊണുമൊക്കെ കഴിച്ച് സമാധാനമായിട്ടിരുന്ന് ഈ മീറ്റിങ്ങൊക്കെ നടത്താം എന്ന് വിചാരിക്കുകയാണ്. 1:15 മണിയായി അവരിവിടെ വന്നപ്പോൾ. 1:15 കഴിഞ്ഞു അവർ വന്നപ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ. അതായത് 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ 4 മണിക്കൂർ 4:15 മണിക്കൂർ സമയം റോഡിൽ ചെലവഴിച്ചെന്നാണ്. യഥാർത്ഥത്തിൽ 1 മണിക്കൂറും 1:15 മണിക്കൂറും ധാരാളം ആയിരുന്ന ഒരു സ്ഥലത്താണ് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ 4:15 മണിക്കൂർ റോഡിൽ ചെലവഴിക്കുന്നത്. അതായത് 3 മണിക്കൂർ വെറുതെ റോഡിൽ കിടക്കുന്നു എന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാര്യം എന്തെന്നറിയോ, 544 NH അതായത് ആ ഹൈവേയിൽ അതിൽ ഉള്ള പ്രശ്നം, അവിടെ ഒരു 6-7 മേൽപ്പാലങ്ങൾ പണിയുന്നുണ്ട്. ആ മേൽപ്പാലങ്ങൾ പണിയുമ്പോൾ അതെല്ലാം മുഴുവൻ കുഴിയെടുത്ത് നാശമാക്കിയിട്ടേക്കാണ്. എന്നിട്ട് റോഡ് തടസ്സപ്പെടുത്തിയിട്ടേക്കാണ്. ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാവുന്ന ഒരു ചെറിയ പാത്ത് വേ 2 സൈഡിൽ കിട്ടും. അവിടെ വാഹനങ്ങൾ കെട്ടിക്കിടപ്പാണ്. ഒരിക്കലും ഇത് പോയി തീരത്തില്ല. അതായത് ഈ ചാലക്കുടി, അതേപോലെ തന്നെ കൊരട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂർ വീതമെങ്കിലും അവിടെ മാത്രം കിടക്കണം. എന്ത് കഷ്ടമാണെന്നറിയാം റോഡിൽ ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെ കിടന്ന് ഇന്നലെ ആണെങ്കിൽ, ഇന്ന് രാവിലെ ഒരു സഹോദരൻ അദ്ദേഹം വഴക്കുണ്ടാക്കുന്ന കണ്ടു അവിടെ ടോളിൽ. എന്താ കാര്യം എന്നറിയാം, അദ്ദേഹത്തിൻ്റെ ഫാദർ ലോയുടെ അമ്മായി അച്ഛൻ്റെ ഈ ശവസംസ്കാരത്തിന് പോകേണ്ടതാണ്. ചെല്ലാൻ പറ്റിയില്ല. അയാൾക്ക് വിഷമം വരത്തില്ലേ? ഇപ്പം ഇത് മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അവകാശമല്ലേ? എന്നിട്ട് ഇതും കഴിഞ്ഞിട്ട് ഈ റോഡിൽ ഇങ്ങനെ പോകണം. ഇന്നാട് ഞാനാണെങ്കിൽ തൃശ്ശൂർ വളരെ കഷ്ടപ്പെട്ട് പോയി. അത് വേറെ വഴി കൂടെയൊക്കെ അവസാനം അങ്കമാലിയിൽ നിന്നൊക്കെ ഡീവിയേറ്റ് ചെയ്ത് വളരെ ഉള്ള വഴി കൂടെയൊക്കെ ചെന്നിറങ്ങും. ഇറങ്ങിയാൽ പോലും എളുപ്പമല്ല. ആ റോഡെല്ലാം അതുപോലെയാണ്. അതുപോലെ തിരിച്ച് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ഒരു വഴി അതേപോലെ നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വഴിയുണ്ട്. അത് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. യവന്മാർക്ക് അതൊന്നും നന്നാക്കാൻ പറ്റുന്നില്ലല്ലോ. ആ വഴിയെങ്കിലും മനുഷ്യൻ വൃത്തിയായിട്ടൊന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കണ്ടേ? അതുപോലും ചെയ്യാറില്ല. ഒന്നും ചെയ്യാതെ ഇവരുടെ തോന്നിവാസമാണ് ഈ റോഡിൽ കാണിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കാണിക്കുന്ന ശുദ്ധ തോന്നിവാസമാണ് ഈ റോഡിൽ. ഈ തോന്നിവാസം നമ്മുടെ പൗരന്മാർ നമ്മളിത് സഹിക്കണോ? നമ്മൾ റോഡിൽ കിടക്കണോ ഇതിനായിട്ട്? ഇവിടെ ഈ പണിയാതിരുന്നെങ്കിൽ എത്രയോ നല്ല കാര്യമായിരുന്നു. ഉള്ള റോഡ് മതിയായിരുന്നെന്ന് വെക്കാം. അല്ലെങ്കിൽ അതിന് ശരിയായ മാർഗം ഉണ്ടാക്കിയിട്ട് വേണം ഇത് പണിയാൻ. എന്നിട്ട് എന്താ, ഇതും കഴിഞ്ഞിട്ട് നേരെ പാരിയേക്കരയുണ്ട് ടോള്. അത് കറക്റ്റാണ്, അവിടെയും കിടക്കണം ടോളിൽ. അപ്പോൾ ഈ റോഡിൽ കിടന്നത് കൂടാതെ നമ്മൾ യവന് പണം കൊടുക്കാനായിട്ട് നമ്മൾ ആ പാലിയേക്കര ടോളിലും കിടക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ, എന്ത് കടുങ്കയ്യാണെന്ന്. മനുഷ്യൻ പ്രതികരിക്കാത്തത് കൊണ്ടല്ലേ ഈ പണി ചെയ്യുന്നത്. അവസാനം ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിട്ട് ഒരു പരാതിയിന്മേൽ ഈ ടോള് നിർത്തണം എന്നുള്ളതിന് വന്നപ്പോൾ അതിൽ ഏതാണ്ട് 7 ദിവസത്തിനകം ഇത് ശരിയാക്കണം എന്നെല്ലാം കൊടുത്തു. ശരിയാക്കിയതായി ഇപ്പോൾ കാണുന്നത്. ഇന്ന് രാവിലെ ഒന്ന് നോക്കിയാൽ മതി.
ഒരാൾ അവിടെ നിന്ന് വഴക്കുണ്ടാക്കുന്നത് കാണാം. അയാളുടെ അമ്മാവിയപ്പനെ എൻ്റെ ശവസംസ്കാരത്തിന് പോകാൻ പറ്റാതെ വന്നതിന് അയാൾ വളരെ രോഷാകുലനായിട്ട് ബഹളം ഉണ്ടാക്കുന്നു. ഇതുപോലെ എത്ര പേർക്കാണെന്നറിയോ? ഫ്ലൈറ്റിൽ പോകേണ്ട ആളുകൾ പലരും, അതായത് നെടുമ്പാശ്ശേരി വന്ന് പോകേണ്ടതാണ്, തൃശ്ശൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ ഒന്ന് വരണം. ഫ്ലൈറ്റിൽ അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഈ 3 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, തലേ ദിവസം ഒന്ന് തിരിക്കണം ഇവിടുന്ന് പൊതിയും കെട്ടിക്കൊണ്ട്, എന്നാലേ ഈ റോഡിലൂടെ വന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോകാൻ പറ്റുള്ളൂ. ഇതുപോലെ ചതിവ് ആളുകളോട് കാണിക്കേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല, ചെയ്യേണ്ട ഒരു മര്യാദയാണ്. ഈ ടോൾ പിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് ശരിയായ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കി തരുന്ന, സ്പീഡിൻ്റെ നമുക്ക് റോഡിലൂടെ ട്രാവൽ ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി തരുന്നതിന് ഉള്ള കൂലിയാണ് ഈ ടോള്. ആ ടോൾ ഇപ്പോൾ പിരിക്കാൻ ഇവർക്ക് അധികാരം അവകാശമുണ്ടോ? ടോള് നിർത്തണം. ഈ ടോള്, ആ റോഡ് സഞ്ചാര സ്വാതന്ത്ര്യം ശരിയായ രീതിയിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നത് വരെ ഈ ടോൾ അടിയന്തരമായിട്ട് നിർത്തണം. ഇത്രയും വലിയ ടോള് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഈ റോഡിൽ കിടന്നിട്ട്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നടന്നു പോയാൽ നമുക്ക് ടോള് ചോദിക്കത്തില്ലല്ലോ. ഈ തൃശ്ശൂരേക്ക് നടന്നു പോകാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും സമയം വേണ്ട. ഈ ഭാഗം ചാലക്കുടിയിൽ നിന്ന് കൊരട്ടി വരെ നടക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നടന്നിയല്ല. പക്ഷേ ഈ റോഡിൽ വണ്ടി കിടക്കേണ്ട കാര്യമല്ലല്ലോ, അതിൻ്റെ കൂടെ ടോളും കൊടുക്കണ്ടേ നമുക്ക് വീണ്ടും എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇതൊക്കെ എന്ത് അനാവശ്യമാണ് കാണിക്കുന്നതെന്നറിയാമോ? ഏതായാലും ഈ തീരുമാനം എൻ്റെ അഭിപ്രായത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർബന്ധമായിട്ട് ഇടപെടണം. ഈ ടോള് നിർത്തിവെപ്പിക്കണം. കാരണം ഇവർക്ക് ടോള് കളക്ട് ചെയ്യാനുള്ള അവകാശമില്ല. അവകാശം വേണമെന്നുണ്ടെങ്കിൽ ശരിയായ സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് റൂട്ട് അവർ നല്ല വൃത്തിയാക്കി കൊടുക്കണം, വണ്ടി പോകത്തൊക്കെ വേണം. മറ്റേത് വാഹനം പോകാൻ പറ്റത്തില്ല. ഞാനതിൽ കയറി തിരിച്ചു വന്നു. ഞാൻ തിരിച്ച് തൃശ്ശൂരിൽ നിന്ന് വന്നപ്പോൾ ഇതേപോലെ ഒരു വഴി കൂടെ കയറി വന്നു. ആ വഴി മുഴുവൻ ഇടിഞ്ഞ് പൊളിഞ്ഞ് നശിച്ച് കിടക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ടേ കാർ കൊണ്ടുവരാൻ നോക്കൂ. നമ്മൾ വില കൂടിയ കാറുകൾ ഒക്കെ അതിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ കഷ്ടവുമാണ് ഈ ചെയ്യുന്നത്. അടിയന്തര നടപടി ഉണ്ടാവണം.